ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഏറ്റവും അധികം മോഷ്ടിക്കപ്പെട്ടത് പാകിസ്ഥാനിൽ മാരുതി 800നെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ. സംഭവ ബഹുലമായിരുന്നു 3 പതിറ്റാണ്ട് നീളുന്ന മാരുതി 800 ഹാഷ്ബാക്കിന്റെ യാത്ര. അങ്ങ് ജർമ്മനിയിൽ പീപ്പിൾസ് കാർ എന്ന ഖ്യാതി നേടിയത് ഫോക്സ് വാഗൺ ബീറ്റിലാണെങ്കിൽ ഇന്ത്യക്കാർക്കത് മാരുതി 800 ആണ്. കാർ എന്ന ഇടത്തരക്കാരന്റെ സ്വപ്നത്തിന് പുതിയ നിർവചനമേകിയാണ് മാരുതി 800 വിപണിയിലേക്ക് കടന്നു വന്നത്. ഇന്ത്യ കണ്ട ആദ്യ ആധുനിക 4 ഡോർ ഹാഷ്ബാക്ക് കൂടിയാണ് മാരുതി 800. വിപണിയിൽ ജീവിച്ച കാലം മുഴുവൻ കിരീടമില്ലാത്ത രാജാവായി കഴിഞ്ഞ മാരുതി 800നെ ഒടുവിൽ കമ്പനി തന്നെ പിൻവലിക്കുകയായിരുന്നു. ഉൽപാദനം നിർത്തിയെങ്കിലും ഇന്നും മാരുതി 800 ഇന്ത്യൻ ജനതയുടെ പ്രിയ കാറാണ്. മാരുതി 800നെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ. വില 50,000 രൂപയ്ക്ക് താഴെ. 1983 വിപണിയിലെത്തിയ മാരുതി 800 ഹാഷ്ബാക്കിന് 48,000 രൂപയായിരുന്നു അന്നത്തെ വില. പണക്കാർക്കു മാത്രമേ കാർ വാങ്ങാൻ സാധിക്കുകയുള്ളൂവെന്ന പൊതുസങ്കല്പത്തെ തകർത്തെറിഞ്ഞാണ് മാരുതി 800 വിപണിയിലെത്തിയത്. അക്കാലത്ത് 1 ലക്ഷം രൂപ കൊടുത്ത് മാരുതി 800നെ സ്വന്തമാക്കാൻ ആളുകൾ തയ്യാറായി മുന്നോട്ട് വന്നു. അത്രയ്ക്കുണ്ടായിരുന്നു മാരുതി 800 ഹാഷ്ബാക്കിന്റെ ഡിമാൻഡ്. ചുവപ്പ് വര കടന്നു വേഗത. സ്പീഡോമീറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചുവപ്പ് വര കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കഥ മിക്കവർക്കും പറയാനുണ്ടാകും. കാറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പരമാവധി വേഗത നേടുക അത്ര എളുപ്പമല്ല. പക്ഷെ മാരുതി 800 ഹാഷ്ബാക്കിൽ ഇതും സാധ്യമാണ്. മണിക്കൂറിൽ 140 കിലോമീറ്ററാണ് മാരുതി 800ന്റെ സ്പീഡോമീറ്ററിൽ കുറിച്ചിട്ടുള്ള പരമാവധി വേഗത. ഈ വേഗത പിന്നിടാൻ ലിമിറ്റഡ് എഡിഷൻ മാരുതി 800 5 സ്പീഡാണ് സാധിച്ചത്. ആദ്യ ഉപഭോക്താവ് കാറിനെ മറിച്ചുവിറ്റിട്ടില്ല. നറുക്കെടുപ്പിലൂടെയാണ് ആദ്യത്തെ മാരുതി 800 കാർ ഉടമയായി ഹർപാൽ സിംഗിനെ കമ്പനി തെരഞ്ഞെടുത്തത്. 1983 ഡിസംബർ 14 ദില്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യ മാരുതി 800ന്റെ താക്കോൽദാനം നിർവഹിച്ചു. 27 വർഷത്തോളം ഇതേ മാരുതി 800ൽ സഞ്ചരിച്ച ഹർപാൽ സിംഗ് കാർ വിൽക്കാനോ പുതിയ കാർ വാങ്ങാനോ തയ്യാറായില്ല. 2010 ഹർപാൽ സിംഗ് അന്തരിച്ചു. കൊല്ലപ്പെട്ടത് 3 ലക്ഷം ജനത. കുപ്രസിദ്ധിയിലും മാരുതി 800 ഒട്ടും പിന്നിലായിരുന്നില്ല. മാരുതി 800ൽ സഞ്ചരിച്ച് 3 ലക്ഷത്തിലേറെ വരുന്ന ജനത വിവിധ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടതായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രേഖപ്പെടുത്തിയിട്ടുള്ള FIRകളാണ് കണക്കുകൾക്ക് ആധാരം. പാകിസ്ഥാനിൽ ഏറ്റവും അധികം മോഷ്ടിക്കപ്പെട്ട കാർ. അയൽ രാജ്യമായ പാകിസ്ഥാനിലും മാരുതി 800 വമ്പൻ ഹിറ്റായിരുന്നു. സുസുക്കി മെഹറിൻ എന്ന പേരിലാണ് 800 ഹാഷ്ബാക്ക് പാകിസ്ഥാനിൽ വിൽക്കപ്പെട്ടത്. കറാച്ചി ആന്റി കാർ ലിഫ്റ്റിംഗ് സെൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 800 ഹാഷ്ബാക്കാണ് പാകിസ്ഥാനിൽ ഏറ്റവും അധികം മോഷ്ടിക്കപ്പെട്ട കാർ. വെള്ള നിറത്തിലുള്ള 800 ഹാഷ്ബാക്കുകളാണ് മോഷ്ടിക്കപ്പെട്ടവയിൽ ഏറെയുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യ കണ്ട ആദ്യ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ. ഹിന്ദുസ്ഥാൻ അംബാസഡർ, പ്രീമിയം പത്മിനി എന്നീ വമ്പൻ കാറുകൾക്ക് മുന്നിലേക്കാണ് ഇത്തിരി കുഞ്ഞൻ മാരുതി 800 വിപണിയിലേക്ക് കടന്നു വന്നത്. മേൽ പറഞ്ഞ അവതാരങ്ങളൊക്കെ തന്നെ റിയർ ഒരുങ്ങിയിരുന്നത് വീൽ ഡ്രൈവ് സംവിധാനത്തിലായിരുന്നു. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാരുതി എത്തിയതോ ഫ്രണ്ട് വീൽ ഡ്രൈവ് പതിപ്പിലും. കാറിന്റെ ഭാരം ഗണ്യമായി കുറയ്ക്കാനും വില നിയന്ത്രിച്ചു നിർത്താനും ഈ നടപടി മാരുതിയെ തുണച്ചു. സെലിബ്രിറ്റികളുടെ ആദ്യ കാർ. ഒരു കാലത്ത് മിക്ക ഇന്ത്യൻ സെലിബ്രിറ്റികളും പിടിമുറുക്കിയത് മാരുതി 800ന്റെ വളയത്തിലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ സ്വന്തമാക്കിയ ആദ്യ കാർ എന്ന ഖ്യാതിയും മാരുതി 800നുണ്ട്. 1983 തന്നെ മാരുതി 800നെ സ്വന്തമാക്കണമെന്നാണ് സച്ചിൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ സാമ്പത്തികം തടസ്സമായി നിന്നു. പിന്നീട് സ്വരുക്കൂട്ടിയ പണം വെച്ചാണ് മാരുതി 800നെ സച്ചിൻ സ്വന്തമാക്കിയത്. ഇന്നും സച്ചിന്റെ ഗ്യാരേജിൽ നീല മാരുതി കിടപ്പുണ്ട്. ബോളിവുഡ് കിങ് ഖാൻ ഷാറുഖ് ഖാനും മാരുതി 800 സ്വന്തമാക്കിയവരുടെ പട്ടികയിലുണ്ട്. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.